നല്ല പടം. നല്ല പടം. ആ നന്നായിട്ടുണ്ട്. അർജുനൊക്കെ നന്നായിട്ടുണ്ട്. കുഴപ്പമില്ല. ലാസ്റ്റ് നല്ല മെസ്സേജാണ്, ചിന്തിക്കേണ്ട ഒരു സബ്ജക്റ്റ് പറഞ്ഞിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. നേരത്തെ ഷൂട്ട് ചെയ്താന്ന് തോന്നുന്നു. നല്ല പടം. നന്നായിരുന്നു. മെസ്സേജ് ഉണ്ട്. വെരി നൈസ്. അർജുൻ ചേട്ടനെയൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ണൻ ചേട്ടന് നല്ലൊരു മെസ്സേജ് തന്നു പടത്തിലൂടെ. താങ്ക് യു. ത്രില്ലിംഗ് ഉണ്ട്. ഫൈറ്റിംഗ് ഒക്കെ കൊള്ളാം. ഇടയ്ക്ക് ഒരു ഇച്ചിരി ലാഗ് വന്നു, എന്നാലും വെരി നൈസ്. പടം കുഴപ്പമില്ല. അത്യാവശ്യം ഒരു മിസ്റ്ററി ത്രില്ലറാണ്. കണ്ടിരിക്കാം നമുക്ക് ഒരു, പക്ഷേ കുറച്ചുകൂടി സ്റ്റോറി നന്നാക്കാണ്ടായിരുന്നു. കൺസെപ്റ്റ് കൊള്ളായിരുന്നു പടത്തിൻ്റെ. ആക്ഷൻ കുഴപ്പമില്ല, കൊള്ളായിരുന്നു. സെക്കൻഡ് ഹാഫൊക്കെയാണ് കുറച്ചുകൂടി കാണാനുള്ളത്. ത്രില്ലറാണ്. ലാസ്റ്റ് സസ്പെൻസ് ഒക്കെ നല്ല ട്വിസ്റ്റ് ഉണ്ട് രാത്രി ലാസ്റ്റ് സെറ്റ്. ഗംഭീര സിനിമ. സസ്പെൻസ് ത്രില്ലർ. നല്ല രസമുണ്ട് കാണാൻ. നല്ല രസമുണ്ട്. ഹിറ്റാ മൂവി. നല്ല ഒരു ചിത്രം കണ്ട സംതൃപ്തിയാണ്. വിരുന്ന് തീർച്ചയായിട്ടും കണ്ണൻ താമരക്കുളം എന്ന സംവിധായകൻ്റെ വ്യത്യസ്തത നിറഞ്ഞൊരു ചിത്രം. സമൂഹത്തിൽ ഒറ്റപ്പെട്ടായാലും നടക്കുന്ന ഒരു സംഭവം നമ്മൾക്ക് വരച്ച് കാണിച്ചു. ഹരീഷ് പേരാടി എന്ന നടൻ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിക്കി ഗിൽറാണി, അർജുൻ സർജ, ബൈജു സന്തോഷ്, അങ്ങനെ ഒരുപാട് നടീനടന്മാരുണ്ട്. അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരനില്ല എന്ന് വിശ്വസിച്ച് പിശാചിനെ ആരാധിക്കുന്ന ഒരു വിഭാഗം. അവർ കാണിച്ച ഒരുപാട് പ്രവർത്തികൾ ഇന്ന് കേരളത്തിലായാലും അന്യസംസ്ഥാനങ്ങളിലായാലും നമ്മൾ കണ്ടതാണ്. തീർച്ചയായിട്ടും അത് നമ്മൾക്ക് ഒരു ബോധവൽക്കരണം പോലെ, അല്ലെങ്കിൽ നമ്മൾക്ക് ഇത് കണ്ടിട്ട് വളരെ സങ്കടകരമായിട്ടുള്ള ഇതാണ് നമുക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ കുറവുള്ള ആളുകളല്ല ഇതിലുള്ളത്. ഉന്നതിയിൽ നിൽക്കുന്ന വിദ്യാഭ്യാസം നേടിയവരെന്ന് കാണുമ്പോഴാണ് നമുക്ക് വളരെ വിഷമകരമായിട്ട് തോന്നുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെ നമുക്കൊന്ന് മനസ്സിലാക്കി തരുന്ന ഒരു നല്ലൊരു ചിത്രം തന്നെയായിരുന്നു വരുന്നത്.